അല്ല, പ്രധാനമന്ത്രി പല പ്രാവശ്യം കേരള സംസ്ഥാനത്ത് വന്നു ആവേശകരമായ ഒരു ഒരു അഭിവാദ്യമൊക്കെ ചെയ്തു പോയി. ആദ്യമേ BJP നേതാക്കന്മാർ പറഞ്ഞു, ഇവിടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു, ഇതാ വരുന്നു വലിയ സമ്മാനങ്ങൾ. ആദ്യത്തെ പ്രാവശ്യം വന്നു, ഒന്നും തന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ബഡ്ജറ്റിലുണ്ടാകുമെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് വന്നു, കേരളം എന്നുള്ള പേര് പോലും ശ്രദ്ധിച്ചില്ല. പാലാ മണ്ഡലത്തിൽ സജീവ പ്രചാരണങ്ങളാണ് ജോസ് കെ മാണി MP നടത്തുന്നത്. ഇന്നിപ്പോൾ വാഹന പ്രചാരണ ജാഥ കൂടി എത്തിയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രതീക്ഷ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് നമ്മുടെ പര്യടനം തുടങ്ങി 2 റൗണ്ട് നമ്മുടെ തയ്യാറെടുപ്പൊക്കെ തെരഞ്ഞെടുപ്പുമായ തയ്യാറെടുപ്പൊക്കെ പൂർത്തീകരിച്ചു. ഇവിടെ കിട്ടുന്ന ആവേശകരമായ ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പഴയ ആ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് ചെന്ന് എത്തണമെന്നുള്ളതാണ്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതിലേക്കാണ് പോകുന്നത്. അത് തന്നെയാണ് വോട്ടുകൾ ആളുകളിൽ നിന്നുമൊക്കെ പ്രചരണങ്ങൾ പോകുന്ന വഴിക്കുള്ള ആളുകളിൽ നിന്നൊക്കെ വലിയ സ്നേഹ സ്വീകരണമൊക്കെ പല ഭാഗങ്ങളിലും കിട്ടുന്നുണ്ട്. ഈ ഒരു ജനങ്ങളുടെ സ്വീകരണം തന്നെയാണോ കരുത്തായി കരുതുന്നത്? തീർച്ചയായിട്ടും ഇവിടെ പാലായിലെ ജനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള സ്നേഹവും വാത്സല്യവും പിന്തുണയും സഹായവും കരുതലുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്നത് നമ്മൾ കൂടെ, ഇടതുപക്ഷത്തിൽ കൂടി അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ കഴിയും, പ്രത്യേകിച്ച് പാലായിട്ട് സുവർണകാലം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാന നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോൾ UDF-നായിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തുമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എത്തി, പ്രധാനമന്ത്രി വരുമെന്ന് പറയുന്നു. പാലാ ഒരു ശക്തമായ പോരാട്ടത്തിന്റെ കളം കൂടി മാറുകയാണ് ഈ ദേശീയ തലത്തിലുള്ള നേതാക്കളുടെ അടക്കം എത്തി. എല്ലാ തെരഞ്ഞെടുപ്പുകളും നമുക്ക് കാണുന്ന പാലാ എപ്പോഴും ശ്രദ്ധേയമാണ്. കാരണം പാലാ എപ്പോഴും ഒരു മോഡലായിട്ട് കേരള സംസ്ഥാനത്ത് നിന്നിട്ടുണ്ട്. അതൊരു പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും ലോക്സഭയാണെങ്കിലും നിയമസഭയും. അത് നമ്മൾ രൂപപ്പെടുത്തിയ KM മാണി സാർ രൂപപ്പെടുത്തിയ വികസന പദ്ധതി കൊണ്ട് നമ്മൾ നേടിയ നേട്ടമാണ്, നമ്മൾ നേടിയ പെരുമയാണ്. അപ്പോൾ അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് സാധാരണക്കാരെ, ഏറ്റവും പാവപ്പെട്ടവർ പോലും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേറാൻ കഴിയും. ഇവിടെ ഒരു മാറ്റം ആവശ്യമാണെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രിയുടെയൊക്കെ വരവ് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളിയൊക്കെ ആവുമെന്ന് കരുതുന്നു? അല്ല, പ്രധാനമന്ത്രി പല പ്രാവശ്യം കേരള സംസ്ഥാനത്ത് വന്നു ആവേശകരമായ ഒരു അഭിവാദ്യമൊക്കെ ചെയ്തു പോയി. പക്ഷെ ജനങ്ങളൊക്കെ അന്നേരം ആഗ്രഹിച്ച് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് തരുമെന്നുള്ളതാണ്. ആദ്യമേ BJP നേതാക്കന്മാർ പറഞ്ഞു, ഇവിടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു, ഇതാ വരുന്നു വലിയ സമ്മാനങ്ങൾ. ആദ്യത്തെ പ്രാവശ്യം വന്നു, ഒന്നും തന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ബഡ്ജറ്റിലുണ്ടാകുമെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് വന്നു, കേരളം എന്നുള്ള പേര് പോലും ശ്രദ്ധിച്ചില്ല. പിന്നെ പറഞ്ഞു ഇതാ അടുത്ത പ്രാവശ്യം വന്നു പോയി, ഒന്നും ശ്രദ്ധിച്ചില്ല. ഏതൊക്കെയാലും ഇനി വരുമ്പോഴും ഒന്നും ശബ്ദിക്കാൻ പറ്റില്ല, അറിയാമല്ലോ. അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നു. ഇനി സമയം ഉണ്ടെങ്കിൽ പോലും കേരള സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഒരു നീതിയും ലഭിക്കില്ല എന്ന് നമുക്കറിയാം. ഇവിടെ റബ്ബറിൻ്റെ കാര്യത്തിൽ ഇന്ന് റബ്ബറിൻ്റെ കാര്യത്തിൽ അതിൻ്റെ വില വർദ്ധിപ്പിക്കുവാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായവില, ഈ പറഞ്ഞ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തത് അത് കേരള സംസ്ഥാനമാണ്. 200 രൂപ വരെയാക്കി. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ വില 300 ആക്കാൻ ഒരു മിനിറ്റ് മതി കേന്ദ്രത്തിന്. അവരുടെ നയത്തിൽ ശകലം മാറ്റം വരുത്തണം, അതേ ഉള്ളൂ. ഇറക്കുമതി ചുങ്കമൊന്ന് കൂട്ടിയാൽ ആ ഇറക്കുമതി ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇറക്കുമതി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു അനുകൂലമാവുന്ന പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ ഈ BJP വോട്ടുകളൊക്കെ കാപ്പിന് പോയി എന്നൊരു ആരോപണം കഴിഞ്ഞ് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഏകീകരണം, ഷോണിന് BJP വോട്ടുകളൊക്കെ പ്രധാനമന്ത്രി വരുന്നോട് വരും, അങ്ങനെ നമുക്കൊരു അനുകൂലമാവുന്ന കാര്യമില്ല. ഞാൻ എന്ത് ഏകീകരണം എന്ത് വന്നാലും ഇവിടെ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, എന്താണ് വേണ്ടതെന്ന് സാധാരണക്കാരായ നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അതനുസരിച്ച് വോട്ട് ചെയ്യും. ആരെങ്കിലും വലിയ നേതാക്കന്മാർ വന്നതുകൊണ്ട് ആ വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പോകുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഇന്ന് കേന്ദ്രത്തിന് എന്തെങ്കിലും ഇവിടെ പാലായിൽ വേണ്ട, ഈ പറയുന്ന കേരള സംസ്ഥാനത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതോടൊപ്പം തന്നെ UDF-മായി ബന്ധപ്പെട്ട് നമുക്കറിയാം എത്രയോ വികസന പദ്ധതികൾ ഈ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ആയിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു വികസനം വേണ്ടായിരുന്നു എന്നവർ പറയുന്നില്ല. ഏതെങ്കിലും ഒരു വികസനം അത് തെറ്റുപറ്റിയെന്ന് പറയുന്നില്ല. പക്ഷേ അതിനെ തടസ്സപ്പെടുത്താൻ മാത്രമല്ലേ നോക്കിയിട്ട് ഇതൊക്കെ ജനങ്ങൾ നോക്കി കാണുകയാണ് എന്നുള്ളതും സംശയമില്ല.
ഒപ്പം തന്നെ ഇന്ന് മാണി സി കാപ്പൻ ഉന്നയിച്ച ഒരു വിമർശനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വന്നപ്പോൾ കെ എം മാണിയെ ഓർമ്മപ്പെടുത്തി പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തണം എന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിത്തോളം അതപ്പതിച്ചു. അതായത് പാർലമെന്റ് നിയമസഭയിലുണ്ടായ കോലാഹലങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി അന്ന് അങ്ങനെ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾ ഉദ്ധപ്പതിച്ചു എന്നാണ് പറയുന്നത്. കെ എം മാണി സാറിനെ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തി. അതിന് രാഷ്ട്രീയത്തിന് മുന്നണിക്ക് അപ്പുറമാണ്. അദ്ദേഹത്തിന് ബഹുമാനമില്ലെങ്കിൽ അതിനൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ എൻ്റെ പിതാവായതുകൊണ്ട് പറയല്ല. പക്ഷേ അത്രമാത്രം സംഭാവന പാലായിക്ക് മാത്രമല്ല കേരള സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ഒരു വാക്ക് പരാമർശിച്ചതാണോ കുറ്റമായി പോയത്? അങ്ങനെയാണെങ്കിൽ അതിന് എനിക്കൊരു വാക്കും ഒരു മറുപടിയുമില്ല. മുഖ്യമന്ത്രി പരിഹസിക്കുകയാണ് ഈ വിഷയത്തിൽ. ഈ വീരപുത്രൻ എന്നൊക്കെ വിളിച്ചതിനൊക്കെ ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പറയുന്ന അങ്ങനെ ഈ മാണി സാറിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞത് അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അത്രയും മാത്രമായിട്ട് ഈ പറഞ്ഞയാളിനെ കണ്ടാൽ മതി. ഞാൻ അതിനൊരു ഉത്തരം പറയാൻ ആളല്ല, ഞാൻ പറയത്തുമില്ല. ഇവിടുത്തെ ജനങ്ങൾ പറയും. അങ്ങോട്ട് ഈ പ്രതികരണങ്ങൾക്കുള്ള മറുപടിയൊക്കെ ജനങ്ങൾ നൽകുമെന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ? അങ്ങോട്ട് നോക്കിക്കോളൂ, എല്ലാവരും അഭിവാദ്യം ചെയ്യും. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ ജനങ്ങൾ നൽകും. അതിനുള്ള മറുപടി കുഞ്ഞുങ്ങൾ പോലും നൽകിയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും വലിയ വിജയം ഇത്തവണ എന്തായാലും ഉണ്ടായി. പാല തിരിച്ചു പിടിക്കും. പാലാ തിരിച്ചു പിടിക്കും. പാലാ തിരിച്ചു പിടിക്കുന്ന ജനങ്ങളാണ് തിരിച്ചു പിടിക്കുന്നത്, ഞാനല്ല. തിരിച്ചു പിടിച്ച് പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അത് തന്നെയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന പരാമർശങ്ങൾക്കും വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കുമുള്ള മറുപടിയൊക്കെ തന്നെ വരുന്ന ഈ ഏപ്രിൽ 9-ാം തീയതി ജനങ്ങൾ നൽകും എന്ന കാര്യം തന്നെയാണ് ജോസ് കെ മാണി MP പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.